ഇന്ന് നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതിരിക്കാനും കൂടുതൽ നേരം ക്രിസ്പി ആയിരിക്കാനുമായിട്ടുള്ള ടിപ്സ് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായി ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ പീസസോ അല്ലെങ്കിൽ ഇതുപോലെ എല്ലോട് കൂടിയതായിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചിക്കൻ വേവിച്ചെടുക്കുന്നതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി പ്രഷർ കുക്കർ അടച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം 4 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ എല്ലാം പോയി കഴിഞ്ഞ് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇതുപോലെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്ക് അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം ഞാൻ നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയം കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 300 ഗ്രാം വരും. വൃത്തിയായി കഴുകിയെടുത്ത കിഴങ്ങ് നമുക്ക് നടുവേ മുറിച്ചു കൊടുക്കാം. എളുപ്പത്തിൽ വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കിഴങ്ങ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കിഴങ്ങൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കുക്കർ അടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 വിസിൽ വരുമ്പോഴേക്കും കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം പാകത്തിന് തണുത്തു വന്നിട്ടുണ്ടാകും. എല്ലെല്ലാം മാറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരച്ചെടുക്കരുത്, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 3 വെളുത്തുള്ളി അല്ലിയും 1/2 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ പാകത്തിന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊന്നും ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഈ സമയം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. മാക്സിമം കട്ടകളെല്ലാം ഉടച്ചെടുത്ത് കിഴങ്ങ് ചേർത്ത് കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് തണുത്തു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാകത്തിന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത മിക്സ് നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബോൾ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കയ്യിലിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പിലോ ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നീളത്തിലെല്ലാം കട്ട്ലേറ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സും പരത്തിയെടുക്കണം. ഇനി കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. 3-4 സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം.
ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കുക കൂടെ ചെയ്യണം. ഈ ബ്രെഡ് ക്രംസിന്റെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം പോയി കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂടായ പാനിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട്ലേറ്റിന്റെ പുറം ഭാഗത്തിന് കൂടി നല്ലൊരു ഫ്ലേവർ വരും. 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം 2 മുട്ട കൂടി ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ കട്ട്ലേറ്റ് ക്രിസ്പി ആയിരിക്കാൻ സഹായിക്കും. കൂടാതെ 1 നുള്ളു ഉപ്പും 1 നുള്ളു കുരുമുളക് പൊടിയും 1 നുള്ളു ഗരം മസാല കൂടി ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കട്ട്ലേറ്റിന്റെ ടേസ്റ്റ് കൂടാനുള്ള ടിപ്സ് ആണ്. ഇനി ഷേപ്പ് ചെയ്തെടുത്ത മിക്സ് എല്ലാം നമുക്ക് മുട്ടയുടെ മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സൈഡിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഈ മുട്ടയുടെ മിക്സ് എല്ലാം ബ്രെഡിലാവാനും അത് നനയാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ റോളുകളും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട്ലേറ്റ് ചുട്ടു തുടങ്ങാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കട്ട്ലേറ്റ് മുങ്ങാൻ പാകത്തിനുള്ള എണ്ണ വേണം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കട്ട്ലേറ്റായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടാവാത്ത എണ്ണയിലേക്കാണ് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് എണ്ണ കുടിക്കാൻ സാധ്യത കൂടുതലാണ്. കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചില സമയത്ത് കട്ട്ലേറ്റിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ മുരിയാതെ വരും. ആ സമയത്ത് കുറച്ച് എണ്ണ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു കിട്ടും. ഇങ്ങനെ 2 സൈഡും മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായി പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത കൂടുതൽ നേരം ക്രിസ്പി ആയിരിക്കുന്ന ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം ഒന്ന് കമന്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം.